ബഹ്റൈനിലെ പുതിയ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ബഹ്റൈൻ ബേയുടെ കാഴ്ചകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ താമസിക്കുന്നിടത്ത് നിന്നും ബഹ്റൈൻ ബേയിലേക്ക് എത്താനായിട്ട് 14 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും കേട്ടോ അവിടെ എത്താനായിട്ട്. അപ്പോൾ ഇതാണ് പോകുന്ന വഴിയിലെ കാഴ്ചകൾ കേട്ടോ. മനാമയിലുള്ള ബഹ്റൈൻ വേൾഡ് ട്രേഡ് സെന്ററും ബഹ്റൈൻ യുണൈറ്റഡ് ടവറൊക്കെ എന്നും കണ്ണിന് നല്ല കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ കാണുന്ന ഈ സ്പൈറൽ ഷേപ്പിലുള്ള ഒരു ബിൽഡിങ്ങിനാണ് ബഹ്റൈൻ യുണൈറ്റഡ് ടവർ എന്നറിയപ്പെടുന്നത്. ഈ യുണൈറ്റഡ് ടവർ, അതായത് ഈ സ്പൈറൽ ആകൃതിയിലുള്ള ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഷേക്കിംഗ് അനുഭവപ്പെടും എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ ബിൽഡിങ്ങിന് താഴെയായിട്ടാണ് പാർക്കിംഗ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ആദ്യം കയറുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ആർച്ചാണ് കേട്ടോ. ബഹ്റൈൻ ബേയുടെ ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആർച്ചാണിത്. നമ്മളിവിടെ ഒരു 4 മണി ആവാനാവുമ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ക്ലൈമറ്റ് ഒക്കെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പം അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയാസ് ആണ്. നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വൈബാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു കാർണിവൽ നടക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. കാർണിവലിന്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ വരുന്നവർക്ക് കളിക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്ലൈമറ്റ്സും എല്ലാം അടിപൊളി ആയതുകൊണ്ട് തന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല പറ്റിയ ഒരു ആംബിയൻസ് ആണ് അവിടെ കണ്ടത്. അതുപോലെ തന്നെ ബോട്ടിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു അടിപൊളി ഏരിയ ആണ്. അതായത് സിംഗിൾ ആയിട്ട് ബോട്ടിങ്ങിന് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയും കയറാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, പല ടൈപ്പ് റെസ്റ്റോറൻറ്റ്സ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് ഇതുപോലെ ഒരു ഡൈനിങ് ഏരിയ ആണ്, മീൻസ് സിറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ ഇരുന്ന് ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. പവിഴപ്പുറ്റുകളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് കൊണ്ടും ഇപ്പോൾ ബഹ്റൈനില് ജെല്ലി ഫിഷുകളുടെ ഒരു പ്രജനന കാലഘട്ടം ആയതുകൊണ്ടും ഞങ്ങൾക്കും ഒരു ജെല്ലി ഫിഷിനെ നേരിട്ട് കാണാൻ പറ്റിട്ടോ. ഈ ബഹ്റൈൻ ബേയിൽ കയറിയപ്പം എനിക്ക് നമ്മളൊരു അറബിക് കൺട്രിയിലാണുള്ളത് എന്നുള്ളൊരു ഫീലിംഗ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ വേറെ ഏതൊരു യൂറോപ്യൻ കൺട്രീസിലുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്കിവിടെ തോന്നിയത് കേട്ടോ. നിങ്ങൾക്ക് പോയിട്ടുള്ളവർക്ക് അറിയാം, അത് വളരെ ഒരു പ്രത്യേകതയാണ് ആ ആംബിയൻസിന്. പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് സ്നാക്സും അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ നൈറ്റ് ലൈറ്റൊന്നും കാണാനായിട്ട് നിന്നില്ല. വേഗം തന്നെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. നൈറ്റിൽ കാണാനാണ് ഇതിലും ഭംഗി എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.